നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട അത്യപൂർവമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് എൻ്റെ യാത്ര കേട്ടോ. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് പറഞ്ഞാൽ, ഒരു ചെറിയ ആയുസ്സിൽ നമ്മൾ ഓരോരുത്തരും പോകേണ്ടതായി കുറിച്ച് വെച്ചിട്ടുള്ള ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. എവിടെ പോയില്ലെങ്കിലും അത്തരം ക്ഷേത്രങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ട് പോകണം. ഏകദേശം 5000 വർഷങ്ങൾ പഴക്കമുള്ള നാഗരാജൻ വാസുകിക്ക് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി ഗരുഡൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചതും പുരാണ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളതുമായ ഈ ക്ഷേത്രത്തിൽ മലയാളികൾ എത്തുന്നത് വളരെ വിരളമാണ് കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് പോവുകയാണ്. എനിക്ക് ഈ അമ്പലത്തിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു. എങ്ങനെ പോകണമെന്നും എങ്ങനെ വരണമെന്നും എവിടെ സ്റ്റേ ചെയ്യണമെന്നും ഒരു ധാരണ എനിക്കില്ലായിരുന്നു. എൻ്റെ ഈ യാത്ര ഞാൻ ഒരുപാട് തവണ മാറ്റിവെച്ചതും ഒടുക്കം വീട്ടിലേക്ക് ക്ഷണമായി നാഗങ്ങൾ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയതുമാണെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്നും എനിക്കറിയാം. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. കോഴിക്കോട് നിന്ന് മംഗലാപുരം വരെയുള്ള എൻ്റെ ഈ ട്രെയിൻ യാത്രയിൽ കൺഫേം ടിക്കറ്റിൻ്റെ ബലത്തിൽ ഞാൻ യാത്ര തുടരുമ്പോൾ മംഗലാപുരം മുതൽ സുബ്രഹ്മണ്യപുരം വരെയുള്ള എൻ്റെ കൺഫേം ടിക്കറ്റ് ക്യാൻസലായ വിവരം ഞാൻ വേദനയോടെ അറിഞ്ഞു. TTRനോട് ചോദിച്ചപ്പോൾ രാവിലെ 10 മണിക്ക് മംഗലാപുരത്തു നിന്നും ഒരു ട്രെയിനുണ്ട്, അതിൽ പോകൂ എന്ന് പറഞ്ഞപ്പോഴും ഈ ട്രെയിൻ 10:15 എത്തുക എന്നോർത്തപ്പോൾ വല്ലാതെ വിഷമം തോന്നി. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ട്രെയിൻ 9:30 മംഗലാപുരത്ത് വന്ന് നിന്നു. ഒടുവിൽ TTR പറഞ്ഞ സുബ്രഹ്മണ്യപുരത്തേക്ക്. കുമാരധാര നദിക്കരയിൽ കുടികൊള്ളുന്ന സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി സന്നിധിയിലേക്കുള്ള എൻ്റെ ഈ യാത്ര സമ്പൂർണ്ണമായി. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾ, കഥകൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കഥകളുമായി ഞാൻ വരാം.